നിനക്കറിയാലോ, ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോൾ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ് നാട് വിട്ടു പോയതാണ്. എന്നിരുന്നാൽ തന്നെ ഈ അപ്പനും മോനും തമ്മിൽ ഇപ്പോഴും ഭയങ്കര ഇഷ്ടത്തിലാണ്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നീ അവിടെ ചെന്ന് വെച്ച് വളരെ സന്തോഷത്തിലും സമാധാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ വേണം അത് പറയാനായിട്ട്. അല്ലാണ്ട് എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ചാടി ചെന്ന് പറയരുത്. അവനൊരു അറ്റാക്ക് കഴിഞ്ഞിരിക്കണല്ലേ. പിന്നെ അപ്പൻ്റെ മോനെ ചവിടക്കം നമ്മളോട് നടത്തേണ്ടി വരും. അപ്പം നീ ഒരു കാര്യം ചെയ്യും, ഈ കാര്യം വളരെ വൃത്തിയായിട്ട് നീ ചെയ്യുന്ന അറിഞ്ഞതിൻ്റെ പേരിൽ തന്നെയാണ് ഞാൻ നിന്നെ പറഞ്ഞു പറഞ്ഞത്. നീ അത് അവിടെ ചെന്ന് കൃത്യമായിട്ട് പറയും. എനിക്കറിയാതെ ഇപ്പൊ പെട്രോൾ കാശും അഡ്രസ്സും തന്നിട്ടില്ലേ? അപ്പൊ നീ നേരെ ചെന്ന് വിളിച്ചോണ്ട് പോരാ. ഒരു മാറ്റമല്ല, നീ 2 മണിക്കല്ലേ അടക്ക്. ഞാനവിടെ പോയി പുള്ളി സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് കാര്യം പറഞ്ഞു ഇങ്ങോട്ട് പോരാ. ആ അത് തന്നെ. ആ ഞാൻ പോരാ. ചേട്ടായി ഉരുണ്ട് കളിക്കാത്ത കാര്യം എന്നാന്ന് പറയട്ടെ. കുറച്ച് സമയമായിട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ പൈസ അയച്ചാണോ? അല്ലെന്നേ, അതൊന്നും അല്ല. ഞാൻ ചുമ്മാ പോയപ്പോഴേ അങ്ങ് കയറിയതാ. നീ ആ പുള്ളിക്ക് ഇത്തിരി പൈസ കൊടുക്കാനല്ലേ? പൈസ കൊടുക്കാണ്ട് കാര്യം ഇപ്പൊ ആരെയും കൊടുക്കാനാ? ആ പയ്യൻ വരുമ്പോ ആ പയ്യൻ്റെ കൊടുക്കണം. അതിന്റെ വല്ല കണക്കറിയാമോ? ആരാ അഡ്രസ്സ് തന്നാരാ? അത് അഡ്രസ്സ് എനിക്ക് രത്നാരൻ ചേട്ടൻ. എന്നാലും വന്നതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സന്തോഷമാണോ? ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം. എന്റെ പൊന്നെ, ഈ സന്തോഷത്തിലാണെങ്കിൽ ഞാൻ കാര്യം പറയാം. വേറൊരു വിഷയം എന്ന് വെച്ചാൽ ചാച്ചനെ കാണാത്തതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടെ. ഞാനെന്നാ പുറക്കൊണ്ടാക്കി പോരുകയും ചെയ്തു. പിന്നെ കാണാനും ശരി വിളിക്കാനും വിഷമിക്കില്ല, എന്നാലും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇല്ലേ, വിഷമമൊന്നുമില്ല. സന്തോഷത്തിലേക്ക് വന്നു. സന്തോഷമാണട്ടെ. ഞങ്ങളോട് സുഖമായിട്ട് ഫാമിലി അന്തസ്സായിട്ട് ജീവിക്കുന്നു. സന്തോഷമായിട്ടല്ലേ? സന്തോഷമായിട്ടോ. ഒരു മരണ വീടാണ്, അതൊക്കെ കണ്ട് ചാടി ചാടി ഇവിടെ നിന്നോളൂ കേട്ടോ. ചെറുക്കൻ വരും, ആള് വിട്ടുണ്ട്, വരണം. എന്റെ വല്ല ആവശ്യമുണ്ടോ? ഒന്നുമില്ല. ആ ചെറുക്കൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കണ കർമ്മ അതോട് തീരും. ഗ്യാസാണോ? ഗ്യാസല്ല, അൾസറാണ്. അല്ല, ഞാൻ ദഹിപ്പിക്കുന്നത് ഗ്യാസിലാണോ? അല്ല, മാവേല. നമ്പറേ കമ്മിറ്റി കഴിഞ്ഞ് തിരിച്ചും കൂടെ തന്നെ വരല്ലേ? വരും. ഒരു വിഷയമില്ലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ചെയ്തു. അപ്പൊ ഞങ്ങൾ ഇന്ന് അപ്പൊ സന്തോഷമായിട്ടിരിക്കുമ്പോ ഞാൻ പറയാം, ഇന്ന് രാവിലെ ഞങ്ങൾ റബ്ബർ വിട്ടിട്ട് തിരിച്ചു വരാൻ വേണ്ട. നിന്റെ വീടിന്റെ അവിടെ എത്തിപ്പം ചാച്ചനെ കണ്ടു അല്ലേ? ചാച്ചൻ എന്നെ എടുക്കട്ടെ. ചാച്ചൻ സുഖമായിട്ട് കിടക്കണം. അങ്ങനെ കരുണൻ ചേട്ടനും പോയി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു മനുഷ്യനായിരുന്നു കരുണൻ ചേട്ടൻ. കഴിഞ്ഞ ചേട്ടൻ ചേട്ടൻ ഒന്നുമില്ല പറഞ്ഞേ. എനിക്കിട്ട് അയാൾ നല്ല പണിയെന്നുണ്ട്. ഞാൻ ആ കാര്യമല്ലേ പറഞ്ഞു, മറ്റുള്ളവർക്കുള്ള കാര്യം പറഞ്ഞു. അല്ല, കിടക്കണമെന്ന് പറഞ്ഞാൽ ഈ കിടക്കും ഇരിപ്പും നടപ്പൊക്കെ ആണല്ലോ ഓരോ മനുഷ്യന്റെ ഇതേ. അത് കറക്റ്റാ. പിന്നെ സന്തോഷമാകുന്നു. ഒരു നിമിഷം അനങ്ങാണ്ടിരിക്കുന്ന ആളാണ് ചേട്ടൻ. എന്തെങ്കിലും പണി എടുത്തോണ്ടിരിക്കും. എല്ലാം ചേട്ടായിക്ക് അറിയാമോ, അന്ന് ചാച്ചന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ എടുത്തോണ്ട് പോകുന്ന ഞാൻ ഒന്നുമില്ലായിരുന്നു. 1 2 3 4 ഒരു കാര്യം ചെയ്യും, ഇതവർക്ക് കൊടുക്കും. ബാക്കി പിന്നെ കണക്ക് പറയാന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ ആക്കിയതാ. അങ്ങനെ കരയല്ലേ? സന്തോഷത്തിലേക്ക് വാ. സന്തോഷത്തിലേക്ക് എങ്ങനെയെങ്കിലും സന്തോഷം. ഇപ്പൊ ഒന്നുമില്ലട്ടെ. ഇപ്പൊ വെച്ചാ ഭാര്യ വീട്ടുകാർ വീട് വെച്ച് തന്നു, അവരൊക്കെ ജോലിയും മേടിച്ചു കൊടുത്തു. സന്തോഷമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഇപ്പൊ സന്തോഷമാണല്ലോ. സന്തോഷാണ്. ഇപ്പൊ ഈ സന്തോഷത്തിൽ ഞാൻ പറയാം. ചായ കുടിക്കട്ടെ? അല്ല, ചായ വേണ്ട ചേട്ടാ. ചായ കുടിക്കാനേ? ചായ വേണ്ട. ശരിയല്ല, ഞാൻ ചെയ്യുന്ന ശരിയല്ല. ചായ കുടിക്കണ അത്ര മോശം പരിപാടിയാണോ? ചായ വേണ്ടാത്തോണ്ട്. സന്തോഷത്തിൽ നിൽക്കുമ്പോൾ കാര്യം പറയാം. അല്ല, ഞാനൊരു എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു പച്ചവെള്ളം കുടിക്കുന്ന ചേട്ടാക്കി ഇതിന് മാത്രം ബുദ്ധിമുട്ടാണ് ചേട്ടാ. ഞാൻ അത്രയും വലിയ തെറ്റാണ് സന്തോഷം വിടല്ലേ, സന്തോഷം വിടല്ലേ. ഞാൻ കുടിക്കാം. ചായ കുടിച്ചാൽ സന്തോഷമാവും. സന്തോഷമാവില്ലേ? ചായ കുടിച്ചിട്ട് സംഭവം അറിയാവോ, ഇത് വെറും ചായ അല്ല, ഇവിടെ 3 പോയി കൊണ്ടുവന്ന പൊടിയുടെ ചായ കുടിച്ചാൽ സന്തോഷമാവും. ചായ കുടിച്ചാൽ സന്തോഷമാവും. ഞാൻ ഒറ്റ വലി കുടിക്കാം. അതുണ്ട്, ഞാനത് പറയാം. കണ്ടൊക്കെ കൊടുത്താൽ മതി. അതെനിക്കറിയാലോ. പറഞ്ഞോളൂ. ശരി, ആയിക്കോട്ടെ. പിന്നെ എന്നാ പറയാട്ടെ, ഇവക്കടെ കൈപ്പുണ്യം ചാച്ചനെ അറിയാൻ പറ്റിയിട്ടില്ലേ? ഏറ്റവും വലിയ ഞാൻ ചായ കുടിച്ചു, സന്തോഷിക്കുന്ന ചായ കുടിച്ചു. ഒരു സന്തോഷമായോ? സന്തോഷം. ചേട്ടാ, മക്കളെ കണ്ടോ? മക്കളെ കണ്ട സന്തോഷല്ലേ? മക്കളെ കാണുന്ന സന്തോഷല്ലേ? അഞ്ചു ചേച്ചു കരയാനാളായി. ഒരു പക്ഷേ വന്നില്ല, നീ വേണോട്ടോ കർമ്മം ചെയ്യാനായിട്ട്. അപ്പൊ കുളിക്കണോ? പിന്നെ കുളിക്കണ്ടേ? വേറെ ആരും നോക്കിയാലോ? വേറെ ആരെങ്കിലും നോക്കണെങ്ങനെയാ?
രക്തം എന്നുള്ള ആൾക്കാരെ വെച്ചാലേ കർമ്മം ചെയ്യിക്കാൻ പറ്റുള്ളൂ. പലപ്പോ എപ്പോഴും ഓർക്കും പിള്ളേരെ വന്ന് ഞാൻ കാണാൻ വരുമെന്ന് ഓർത്തിട്ട് ഞാൻ വന്നിട്ടില്ല. 2 മണിക്കാട്ടോ. 2 മണിക്കല്ലേ അല്ല എനിക്കുള്ള വണ്ടി 2 മണിക്ക് പോണില്ല. പിന്നെ ചേട്ടായി നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, അസാധ്യ കലാകാരികളാണ്. അയ്യോ അതിനുള്ള സമയമില്ലല്ലോ നമുക്ക്. ചേട്ടായി ഒന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. ഞാൻ കാര്യം നമ്മളെ ചേട്ടാ ഇത് കണ്ടിട്ട് അഭിപ്രായം സ്കൂളിൽ ഫസ്റ്റ് കിട്ടിയതാ, ഞാൻ പഠിപ്പിച്ചെടുത്തതാ. കൊച്ചുങ്ങളുടെ ഡാൻസ് കണ്ടാ സന്തോഷാവോ? തീർച്ചയായിട്ടും സന്തോഷമാവും. ആ സന്തോഷത്തിന് 5 മിനിറ്റ് ഇരിക്കാം. ഉറപ്പായിട്ടും. ശരി ശരി കളിക്കാം. കാവേരിപ്പും പട്ടണത്തിലെ രാജകുമാരി, കാവേരി എന്നൊരു രാജകുമാരി, കാവേരിപ്പും പട്ടണത്തിലെ രാജകുമാരി, കാവേരി എന്നൊരു രാജകുമാരി. സന്തോഷം. അലസത പരിതാപമൂടവൾ കാത്തിരുന്നു മാരനെ. ടാരട്ടൻ ടാരടര ടാരട്ടൻ ടാരടര ടാരട്ടൻ ടാരടര. സന്തോഷം. അപ്പൊ ഞാൻ പറയാം ചേട്ടാ എന്നറിയോ, ചാച്ചന് പിള്ളേരെ ഡാൻസ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അവരുടെ വല്യപ്പനല്ലേ അവരുടെ പെരമക്കളുടെ ഡാൻസ് കാണണ്ടേ? മൾട്ടി ക്യാരക്ടർ കേട്ടോ. ഒരു വിഷയമില്ല. അല്ലെന്ന് ഇത് എപ്പോഴാ സന്തോഷം വരുന്നത്, എപ്പോഴാ സങ്കടം വരുന്നത്, ഒരു പിടിയും കിട്ടുള്ള ആർക്കും. ചേട്ടാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണെന്നറിയോ, മരിക്കുന്നതിന് മുമ്പ് ഇവിളെയും പിള്ളേരും ചാത്തിനെ ഒന്ന് കൊണ്ട് കാണിക്കണം. കാണാനാരെങ്കിലും കണ്ടോട്ടോ, എടുക്കാൻ പോവാണ്. കാണിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. സന്തോഷത്തിലേക്ക് വാ. ചേട്ടൻ ഞാൻ ഇച്ചിരി കഞ്ഞി കുടിക്കാണ്. അത് സന്തോഷം. ഞാൻ പറഞ്ഞിരിക്കുന്നത് സന്തോഷത്തിൽ നമുക്ക് കാര്യം വേണ്ട. കഞ്ഞി കുടിക്കാനോ? ആ ഇച്ചിരി കഞ്ഞി കുടിക്കാനേ. പിന്നെ അവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ രക്താരചാണ്ടൻ ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അവൻ പോയിട്ട് സംസാരിക്കണ്ടാവും, അതുകൊണ്ട് തന്നെയാണല്ലോ അവനെ പറഞ്ഞു വിട്ടേ. പിടിച്ചിട്ടാണ് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ്. എന്റെ മൊബൈൽ ചാർജ് ആയോ മോളെ? അയ്യോ അതെ, കുത്തിയിട്ട് സ്വിച്ച് ഓൺ ആക്കാൻ മറന്നു. ഇപ്പൊ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ അത് ചാർജ് ആവട്ടെ അവിടെ ഇരുന്ന്. ചാർജ് ഒട്ടുമില്ല, ഓഫായി പോയി. അല്ല കഞ്ഞി കുടിക്കുമ്പോഴേക്കും ചാർജ് ആവും. അവിടെ നിന്ന് തന്നെ ഇങ്ങനെ വിളിയോട് വിളിയായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്. ചേട്ടാ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ചേട്ടാ മടിയാണോ? ചോറുണ്ണാം, അത് വേണ്ടേ ചോറുണ്ണ. അപ്പം വേണ്ടത് ശരിയാവില്ല. അതിനട്ടെ അതിന് കുഴപ്പമെന്നു പറയാം. അത് അന്തസ്സല്ല. ഞാൻ അത്ര അതെന്നാ വർത്താനാ ചേട്ടാ പറഞ്ഞറിയോ? അല്ല എൻ്റെ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ അന്തസ്സ് മോശം അല്ലേ? അതുകൊണ്ടല്ല, സിറ്റുവേഷൻ വേറെ ആണല്ലോ. അല്ല അങ്ങനെയല്ല, ചേട്ടൻ അവിടെ ഉണ്ടല്ലോ. നല്ല മനുഷ്യനാണെന്നല്ലേ? നല്ല മനുഷ്യരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കണം. അതുകൊണ്ടുള്ള ചേട്ടനോട് തന്നെ ഇരിക്കണേ. ഒരാഴ്ച ഇതൊരു ചേട്ടാ 2 മണിയായി, ഇനി അവന് വേണ്ടി കാത്തിരിക്കണോ? അതില് പറഞ്ഞേ. ചേട്ടാ ഇപ്പൊ പറഞ്ഞ ചേട്ടാ കഞ്ഞി കുടിക്കുന്നില്ല അല്ലേ? എന്റെ വീട്ടിൽ നിന്ന് ഇച്ചിരി കഞ്ഞി കുടിക്കണ ചേട്ടായി അന്ന് ദൂരമാണ് ചേട്ടായി. ചേട്ടാ പറയാൻ പാടില്ലായിരുന്നു എന്നോട്. ചേട്ടായി അത് പറയാൻ പാടില്ലായിരുന്നു ചേട്ടായി. കഞ്ഞി കുടി സന്തോഷമാവൂ. സന്തോഷമാവും. കഞ്ഞി കുടി സന്തോഷമാവൂല. സന്തോഷമാവുന്നേ. എന്നാ അങ്ങനെയാണെങ്കിൽ ആ 5 മിനിറ്റ് ഇരിക്കാനാ. ചേട്ടാ എനിക്ക് സന്തോഷമായി. നല്ല ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങള്. എന്നാ പറഞ്ഞു പിടിയാ. ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കേസൊക്കെ ഞാൻ ചെയ്യണം. അതെനിക്കറിയാൻ പാടില്ലേ? നേരത്തെ വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്യണം. എന്നാലും 5 മിനിറ്റ് തന്നെ സന്തോഷം. ചേട്ടായെന്ന് പറഞ്ഞാണല്ലോ. ചേട്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആരാ? അപ്പന്റെ സ്ഥാന. അപ്പൊ അപ്പന്റെ സ്ഥാന. ഞാൻ എന്റെ ചോറുണ്ടാ ചേട്ടാനെ കണ്ട എന്റെ അപ്പനെ ഒരു ഓർമ്മ കരയല്ലേ. ചോറുണ്ടാ സന്തോഷമാവൂ. സന്തോഷമാവുന്നു. എന്നാ വാ. ചേട്ടാ വാ മക്കളെ. ഇവനൊക്കെ ഒരു കാര്യത്തിന് പറഞ്ഞിട്ടാ ഫോൺ എടുക്കൂല. നീ നോക്കി അവനവിടെ ഉണ്ടോന്ന്. കണ്ണൻ ചേട്ടോ, കണ്ണൻ ചേട്ടാ. എടാ കണ്ണാ, ആരാ ഭയങ്കര സർപ്രൈസ് ആയിപ്പോലോ. പ്രസാദം കിടക്കാനും വന്നായിരുന്നോ? വന്നായിരുന്നു. അവനെന്ത് ഇവിടെ വന്നിട്ട് എന്തെടുക്കാം? അകത്ത് ചിക്കനും കൂട്ടി ചോറിനോട്ടിരിക്കുമല്ലേ? നീ അവനെ ഇവിടെ വിളിച്ചേട്. പ്രസാദാ രക്താഞ്ചേട്ടൻ വിജയോ കൊന്നിട്ടുണ്ട്. അവർ വിളിക്കണോ? വന്നേ. നിങ്ങളെല്ലാരും കൂടെ പോന്ന. അപ്പൊ അവിടെ ആരാ ഉള്ളത്? പിന്നെ ഞാൻ അവരോട് എന്ത് കാര്യത്തിലാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. പറയാനായിട്ടുള്ള മൂടി തന്നെയാണ്. സന്തോഷത്തിലേക്ക് കൊണ്ടുകൊണ്ടിരിക്കണുള്ളൂ. നീ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇപ്പൊ അവിടെ എന്താ നടക്കണമെന്ന് അറിയാമോ? എന്നാ അതെ
ഇവിടെ നിന്ന് വർത്താനം പറയാൻ അത്രയ്ക്ക് കയറിയിരിക്കാൻ ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് ഇവിടെ നിൽക്കണേന്ന്. എടാ ഞാൻ എന്തിനാ വന്നേന്നറിയാം രാവിലെ ഇവിടെ പറഞ്ഞോട്ടെ നിന്റെ അച്ഛൻ മരിച്ചു എന്നുള്ള വിവരം പറയാൻ പറഞ്ഞോട്ടോ. പൊളിച്ചു അങ്ങനെ പറയില്ല, അവന് വിഷമം വരുന്നു. കഴിഞ്ഞിട്ട് വിഷമം വന്നു അതിനു വേണ്ടി പറഞ്ഞോട്ടെ നിന്നോട് വിവരം പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അയലോക്കത്തെ ചെറുക്കനെ വിളിച്ചാൽ ഞാൻ ഇവിടെ കർമ്മം നടത്തിയേ. സ്വന്തം അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊടുത്തിട്ടുണ്ട എന്നെ അത് അറിയിക്കാതെ നീ എൻ്റെ പെരക്കാത്തിരുന്ന് ചിക്കനും കൂട്ടി ചോറിനു അല്ലടാ നാറി.